വാർത്തകളിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തട്ടിപ്പ് കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സ്വർണം, ഡോളർ തട്ടിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ പിണറായിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കേസിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമായിരുന്നുവെന്നും അമിത്ഷാ കൊല്ലത്ത് പറഞ്ഞു. गोल्ड स्कैम की बात करता हूं, डॉलर स्कैम की बात करता हूं, पिनराई जी को बुरा लग जाता है। क्या आपके प्रिंसिपल सेक्रेटरी एक गोल्ड स्कैम और डॉलर स्कैम में लिप्त थे या नहीं थे? जवाब दीजिए। ये मुख्य आरोपी जो थी महिला, वो सीएम हाउस पर बार बार क्यों आती थी, ये बताइए। एयरपोर्ट जब सोना पकड़ा गया तब आपकी ऑफिस ने कस्टम ऑफिसर पर दबाव डाला था या नहीं डाला था? ईडी और कस्टम के ऑफिसरों पर वाम पार्टी के गुंडों ने हमला किया, इसकी जांच आप क्यों नहीं कराना चाहते हैं? और कोई मुख्यमंत्री होता तो कब का इस्तीफा दे चुका होता। एक कम्युनिस्ट पार्टी को भ्रष्टाचार से कोई शर्म नहीं आती है। LDF-ഉം UDF-ഉം കേരളത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്നതായും അമിത്ഷാ പറഞ്ഞു. ശബരിമലയിൽ ഏറ്റവും ഹീനമായ കാര്യമാണ് സർക്കാർ ചെയ്തത്. PSC ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഏജൻസിയായി. ജോലി ലഭിക്കാതെ യുവാവ് ആത്മഹത്യ ചെയ്തത് ദുഃഖകരമാണ്. കേരളത്തിൽ ലീഗ്, ബംഗാളിൽ മമത, മഹാരാഷ്ട്രയിൽ ശിവസേന എന്നിങ്ങനെയാണ് കോൺഗ്രസിന്റെ മതേതരത്വമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. सबरीमाला मंदिर में भगवान अयप्पा के श्रद्धालुओं पर जिस प्रकार का जुर्म करा वो देश में कहीं पर भी नहीं हो सकता। विजयन जी, मैं केरल की भूमि पर कहकर जाता हूं कि भारतीय जनता पार्टी मानती है कि मंदिरों के मामले में सरकार ने हस्तक्षेप नहीं करना चाहिए, उसको श्रद्धालुओं पर छोड़ देना चाहिए। और सबरीमाला के भक्तों पर पुलिस के कपड़े पहनाकर कम्युनिस्ट पार्टी की कैडर ने जुर्म ढाए हैं। ഇപ്പോൾ മലമ്പുഴയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് അമിത്ഷാ. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. അവരെ അഭിവാദ്യം ചെയ്യുന്നു അമിത്ഷാ. പടിപടിയായി പതുക്കെ പതുക്കെ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും മുഴുവൻ പ്രവർത്തകരും എല്ലാ വാഹനത്തിനോട് കുടിയില്ലാതെ സൈഡിലൂടെ ഈ കടൽ ഒഴുകണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ കൃഷ്ണകുമാറിന് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരതത്തിന്റെ കരുത്തനായ ആഭ്യന്തരമന്ത്രി ഇതാ ഈ കഞ്ചിക്കോടിന്റെ വഴിത്താരിയിലൂടെ കടന്നു വരികയാണ്. പ്രസ്തുത പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നോക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കണേ. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ കൃഷ്ണകുമാർ, പാലക്കാടൻ രാഷ്ട്രീയത്തിലെ പാലക്കാടൻ നഗരസഭയുടെ വികസന നായകൻ ശ്രീമാൻ കൃഷ്ണകുമാറിന് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരതത്തിന്റെ കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത്ഷാജി ഇതാ ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി ഈ കഞ്ചിക്കോടിന്റെ തെരുവീതികളിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. कोड़ी कोड़ी कोड़ी
ചേച്ചി കൊടി മാറ്റ് ഭാരത രാജ്യത്തിന്റെ ശിശുരാണ് എനിക്ക് ഇത് തുറക്കാൻ പറ്റുന്നു രസീത് തുറക്കാൻ പറ്റില്ലേ അതിപ്പോ ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ കിട്ടില്ല നോക്കി ഇന്ന് നോക്കണത്തില്ലേ അമിത്ഷാ മലമ്പുഴയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു. മലമ്പുഴ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി ഉള്ള റോഡ് ഷോയിലാണ് അമിത്ഷാ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരുടെ നീണ്ട നിര കാണാം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ആദ്യം തൃപ്പൂണിത്തുറയിലാണ് അമിത്ഷാ ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം കൊല്ലത്തും കാഞ്ഞിരപ്പള്ളിയിലും പിന്നീട് കൊല്ലത്തും പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇപ്പോൾ മലമ്പുഴയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അതേ സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA ഇത്തവണയും നിലനിർത്തിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷ മണ്ഡലത്തെ സംബന്ധിച്ച് NDAയ്ക്കുണ്ട്. ശ്രീമാൻ കൃഷ്ണകുമാറിന്റെ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ വഴിത്താരിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ള വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, മലമ്പുഴ നിയോജക മണ്ഡലത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ കൃഷ്ണകുമാറിന് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാരത രാജ്യത്തിന്റെ ബഹുമാനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത്ഷാജി ഇതാ കടന്നു വരികയാണ്. ഹലോ, മുഴുവൻ പ്രവർത്തകരും മുമ്പിലേക്ക് വലിയ കൊടി മാറ്റണം. മുമ്പിലേക്കുള്ള കാഴ്ച മറക്കുന്നുണ്ട്. വലിയ കൊടി സൈഡിലേക്കാക്കണം. കൊടികൾ മുമ്പ് സൈഡിലേക്കാക്കണം. സൈഡിലേക്ക് കൊണ്ടുപോവാ. മുഴുവൻ പ്രവർത്തകരും മുമ്പിലേക്ക് വരണം. കൊടി പിടിച്ച ആള് മീഡിയ വാൻ മറയുന്നുണ്ട്. കൊടി പിടിച്ച ആളുകൾ സൈഡിലേക്ക് പോവുക. കൊടി പിടിച്ച ആളുകള് സൈഡിലേക്ക് പോകണം. കൊടി പിടിച്ച പ്രവർത്തകര് മീഡിയ വലതുഭാഗത്തേക്ക് മാറിയ കൊടി പിടിച്ച പ്രവർത്തകർ മുഴുവൻ നടുവിൽ നിന്ന് മാറണം. സൈഡിലേക്ക് മാറണം. കൊടി പിടിച്ച പ്രവർത്തകർ വലതുവശത്തേക്ക് മാറണം. മലമ്പുഴയിൽ സി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയാണ് അമിത്ഷാ. റോഡ് ഷോയിൽ അമിത്ഷാ പങ്കെടുക്കുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തുമെന്ന് NDAയുടെ പ്രകടന പത്രിക. ശബരിമല ആചാര സംരക്ഷണത്തിനും നിയമനിർമ്മാണം കൊണ്ടുവരും. ഓരോ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്. ക്ഷേമ പെൻഷൻ 3500 രൂപ. BPL കുടുംബങ്ങൾക്ക് വർഷം 6 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ. ഭൂരഹിതർക്ക് 5 ഏക്കർ ഭൂമി തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് CPMന് ചെയ്യുന്നത് പോലെയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. 3 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയത് സാങ്കേതിക പിഴവ് മാത്രമാണ്. R ബാലശങ്കറിന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ചതാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പങ്കാളിയായിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ കുടുംബത്തിനും സമ്മാനങ്ങൾ ലഭിച്ചു. കേന്ദ്രം അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ക്രെഡിറ്റ് പിണറായി ഏറ്റെടുക്കുകയാണെന്നും ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി. Congress and CPM are alliance in West Bengal. And they are partners in Lok Sabha. They are partners everywhere. And only in Kerala they are fighting. It's a mock fight. It's a mock fight. They are voting together. Their parliament cooperation is everybody to see. Bengal mein dosti, Kerala mein kushti. Remember that vote for CPM is vote for Congress, or vote for Congress is vote for CPM. In gold smuggling case, it's not just CMO's involvement. It is the CM's involvement. The principal accused has named CM and Speaker, and the State Secretary's family has received gifts. That's also all on record. തൃപ്പൂണിത്തുറയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ. ഇടത് വലത് മുന്നണികളെ മടുത്ത വോട്ടർമാർ ബദലായി NDAയെ കാണുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു.
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് തൃപ്പൂണിത്തുറയിലെ BJP പ്രവർത്തകർ അമിത്ഷായെ സ്വീകരിച്ചത്. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ അമിത്ഷായ്ക്ക് അഭിവാദ്യമർപ്പിക്കാനായി നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡിനിരുവശവും തടിച്ചുകൂടിയത്. തൃപ്പൂണിത്തുറയിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനൊപ്പം തുറന്ന വാഹനത്തിൽ അമിത്ഷാ റോഡ് ഷോയിൽ പങ്കെടുത്തു. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്നും ഇടത് വലതു മുന്നണികളെ കേരളത്തിലെ ജനത മടുത്തുവെന്നും അമിത്ഷാ പറഞ്ഞു. देखिए, केरल में LDF और UDF दोनों से केरल की जनता परेशान है और ये जो आप देख रही हैं इतना बड़ा जन समर्थन जो दिखाई दे रहा है, केरल की जनता भारतीय जनता पार्टी को एक विकल्प के रूप में देख रही है और मैं निश्चित रूप से कह सकता हूं हम बहुत अच्छी बढ़त के साथ इस बार केरल चुनाव में परफॉर्म करेंगे. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് പൂർണ്ണത്ര ഈശ ക്ഷേത്രം നടയിലേക്കായിരുന്നു റോഡ് ഷോ. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ വെള്ളിയാഴ്ച കണ്ണൂരിലെത്തും. ശനിയാഴ്ച രാവിലെ 9:30 ധർമ്മടത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കും. 4-ാം പീടികയിൽ നിന്ന് ചക്കരക്കല്ല് വരെയാണ് റോഡ് ഷോ. പിന്നീട് തൃശൂരിലും തൊടുപുഴയിലും പരിപാടികളിൽ പങ്കെടുക്കും. ഞായറാഴ്ച തിരുവനന്തപുരം അമ്പലമുക്ക് മുതൽ പേരൂർക്കട വരെ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് തിരിച്ചുപോകും. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കള്ളമൊഴി നൽകാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ EDക്കെതിരായ ക്രൈംബ്രാഞ്ച് FIR സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. കേസിൽ അടുത്ത വാദം കേൾക്കുന്ന ചൊവ്വാഴ്ച വരെ കടുത്ത നടപടികൾ എടുക്കരുതെന്ന് കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ മൊഴി നൽകാൻ ED നിർബന്ധിച്ചതായി ഒരു ഘട്ടത്തിലും പ്രതി സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിട്ടില്ലെന്ന് കേസിൽ EDക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കസ്റ്റംസ് ആക്ട് പ്രകാരം നൽകിയ മൊഴിയിലും പിന്നീട് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്തി. പരപ്രേരണയാലല്ല മൊഴി നൽകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം മൊഴി കണക്കിലെടുത്താണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും ED വാദിച്ചു. EDയുടെ വാദങ്ങൾക്ക് മറുപടി നൽകാൻ സമയം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ അടിയന്തര സ്റ്റേ വേണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചു. എന്നാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും വരെ കടുത്ത നടപടികൾ ഉണ്ടാവരുതെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഹർജിയോടൊപ്പം സ്വപ്നയുടെ മൊഴിയും മറ്റ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ തെളിവുകളും സമർപ്പിച്ചതിനെ കോടതി വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഐഫോൺ വിവാദത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിക്കെതിരെ കർശന നടപടിയുമായി കസ്റ്റംസ്. ഈ മാസം 30-ന് ഹാജരാകാൻ നോട്ടീസ് നൽകി. ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റിന് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഐഫോൺ വിവാദത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിനോദിനിക്ക് കസ്റ്റംസ് 3ാമതും നോട്ടീസ് അയച്ചു. തപാൽ മുഖേനയും ഇമെയിൽ വഴിയുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വരുന്ന 30-ാം തീയതി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 30-ാം തീയതി ഹാജരായില്ല എങ്കിൽ 31-ാം തീയതി ജാമ്യമില്ലാ വാറന്റിന് കോടതിയെ സമീപിക്കാനാണ് കസ്റ്റംസ് തീരുമാനം. ഇക്കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിനോദിനിയോട് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ ഇന്നലെ ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 10-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വിനോദിനി ഹാജരായിരുന്നില്ല. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോഴ നൽകാൻ 5 ഐഫോണുകളാണ് സന്തോഷ് ഈപ്പൻ വാങ്ങിയിരുന്നത്. ഇതിൽ ഏറ്റവും വില കൂടിയ ഐഫോണാണ് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. പിണറായി സർക്കാരിന് തുടർ ഭരണമല്ല, രാഷ്ട്രീയ വനവാസമാണ് വേണ്ടതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. UDFന് പ്രചാരണ അജണ്ട നിശ്ചയിച്ചു നൽകിയും സർക്കാരിനെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയുമാണ് ആന്റണി കേരള സന്ദർശനം തുടങ്ങിയത്. പിണറായി സർക്കാരിന് തുടർഭരണം നൽകുന്നത് കേരളത്തിന് ആപത്താണ്. നുണയനായ മുഖ്യമന്ത്രി ആഴക്കടൽ കരാറിലും സ്വർണ്ണക്കടത്തിലും പറയുന്നത് കള്ളമാണെന്നും ആന്റണി തുറന്നടിച്ചു. ഈ മുഖമ്മിനുക്കലിലും ഭാഷയിൽ വന്ന മാറ്റത്തിലും ആരും വഞ്ചിതരാകരുത്. ഇതെല്ലാം അക്കരെ കടക്കാനുള്ള അടവ് മാത്രമാണ്. അക്കരെ കടന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ
എന്തെങ്കിലും അവർക്ക് അനുകൂലമായി വന്നാൽ അതോടുകൂടി കഥ കഴിഞ്ഞു. ഈ കേരളത്തിന് തകർച്ചയായിരിക്കും. ശബരിമല വിഷയം എല്ലാവരുമായും ചർച്ച ചെയ്യുമെന്ന നിലപാട് മുഖ്യമന്ത്രി നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ കേരളത്തിന് ഇത്ര നാശമുണ്ടാകുമായിരുന്നില്ല എന്നും എ കെ ആന്റണി പറഞ്ഞു. ഇപ്പോൾ എത്ര മാറ്റിപ്പറഞ്ഞാലും വോട്ടർമാർ മാപ്പ് തരില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഖം മിനുക്കലിൽ വോട്ടർമാർ വഞ്ചിതരാകരുതെന്നും അക്കരെ കടക്കാനുള്ള തന്ത്രം മാത്രമാണിതെന്നും ആന്റണി കുറ്റപ്പെടുത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ശബരിമല കോടതി വന്നതിന് ശേഷം എല്ലാവരുമായി ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ. മുഖ്യമന്ത്രി പറഞ്ഞ ഈ നിലപാട് നേരത്തെ എടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയേറെ നാശം ഉണ്ടാകുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എത്ര സ്വരം മാറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് മാപ്പ് നൽകത്തില്ല. വിശ്വാസികൾ നിങ്ങളെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ സംശയം വേണ്ട. NSSനെതിരെ രൂക്ഷ വിമർശനവുമായി CPM. NSSന്റെ സർക്കാർ വിരുദ്ധ നിലപാടിൽ പൊതുസമൂഹത്തിന് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാമജപ ഘോഷയാത്രയ്ക്ക് ആളെ കൂട്ടുന്നത് സുകുമാരൻ നായരാണെന്നും സുകുമാരൻ നായർക്ക് കോൺഗ്രസിൽ ചേർന്നാൽ പോരെയെന്നും മന്ത്രി M. മണി ചോദിച്ചു. രാഷ്ട്രീയം പറഞ്ഞു വിരട്ടേണ്ടെന്ന് NSS വാർത്താക്കുറിപ്പിലൂടെ തിരിച്ചടിച്ചു. കള്ളവോട്ട് തടയാൻ കർശന മാർഗനിർദ്ദേശങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് നാളെ വൈകുന്നേരത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഒരേ വോട്ടർക്ക് പല മണ്ഡലങ്ങളിലും വോട്ടുണ്ടെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ് കള്ളവോട്ടുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇരട്ട വോട്ടിൽ പുതിയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചത്. ഒരു വോട്ടർക്ക് പല മണ്ഡലങ്ങളിലും തിരിച്ചറിയൽ കാർഡുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇരിക്കൂറിൽ മറ്റു മണ്ഡലങ്ങളിലുള്ള 537 പേർക്കും അഴീക്കോട് ഇതര മണ്ഡലങ്ങളിലെ 711 പേർക്കും വോട്ടുണ്ട്. ഇത്തരത്തിൽ 1,09,693 പേർക്ക് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുണ്ടെന്ന് ചെന്നിത്തല ആരോപിച്ചു. കോവിഡ് പ്രതിദിന കണക്കിൽ രാജ്യത്ത് വലിയ വർധന. ഇന്നലെ മാത്രം 47,262 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇന്നലെ 275 മരണം സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗബാധിതർ മഹാരാഷ്ട്രയിൽ. 5,08,00,000 പേർ ഇതിനകം വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് പൊതുവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു. സിനിമാ തിയേറ്ററുകൾ, മാളുകൾ, മെട്രോ, ആരാധനാലയങ്ങൾ എന്നിവയെ സൂപ്പർ സ്പ്രെഡർ ഏരിയകളായി പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാരോസിന്റെ ചിത്രീകരണം ഈ മാസം 31 ആരംഭിക്കും. ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് നായകൻ. ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ശ്രമമെന്ന് മോഹൻലാൽ പറഞ്ഞു. കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സുള്ളവർക്കും കാണാൻ കഴിയുന്ന സിനിമയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മോഹൻലാൽ ഇനി ക്യാമറയ്ക്ക് പിന്നിലും തന്റെ സാന്നിധ്യം അറിയിക്കും. ആദ്യ സംവിധാന സംരംഭമായ ബാറോസിന്റെ പൂജ വരെ വ്യത്യസ്തതയുള്ളതായി. ചലച്ചിത്ര ജീവിതം തുടങ്ങുമ്പോഴുള്ള സുഹൃത്തുക്കളടക്കം പൂജയ്ക്ക് പങ്കെടുക്കുവാനെത്തി. നവോദയ സ്റ്റുഡിയോയിൽ നടന്ന ബാറോസിന്റെ പൂജ മലയാള സിനിമയിലെ പ്രമുഖരുടെ ഒത്തുചേരലിന് കൂടി വേദിയായി. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ സംവിധായകനായ ജിജോ പുന്നൂസാണ് ബാറോസിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. 3D ചിത്രമായ ബാറോസ് കുട്ടികളെയും കുട്ടികളുടെ മനസ്സുള്ളവരെയും ഒരുപോലെ ആകർഷിക്കുമെന്ന് സംവിധായകൻ മോഹൻലാൽ. കഥ ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് വിശേഷിപ്പിച്ചു. വളരെ സന്തോഷം. പക്ഷേ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടിയുടെ കഥയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അങ്ങനൊരു കുട്ടി, അയാൾ തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക് നോക്കുമ്പോൾ ലിഡിയൻ നാദസ്വരം എന്ന് പറയുന്ന ഒരു പ്രോഡിജി ഉണ്ടെന്നറിയുന്നു. മോഹൻലാലിന്റെ ഇത്രയും കാലത്തെ പരിചയ സമ്പത്ത് ബാറോസിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടി പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ പരിചയ സമ്പത്ത് സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും തന്നെയാണ്. പൃഥ്വിരാജും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. സ്പാനിഷ് താരങ്ങളായ പാസ്വേഗ, റഫേൽ അമാർഗോ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം 31 ആരംഭിക്കും. എറണാകുളത്തിന് പുറമെ ഗോവ, ഡെറാഡൂൺ എന്നിവിടങ്ങളിലായിരിക്കും ചിത്രീകരണം. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18